എന്തോ സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് കരുതി അവരെന്റെ ഫോണും കൂടി വാങ്ങിച്ച് ഡോക്ടർ അമ്മാവിടെ കയ്യിൽ കൊടുത്തിട്ടാ പോയത്. ചേച്ചി പറഞ്ഞപ്പോഴാ സിദ്ധു എന്ന് പറയുന്ന ചേട്ടനെ കുറിച്ചൊക്കെ എനിക്ക് മനസ്സിലായത്. ചേച്ചി എന്തിനാ ഇത്രയും നാൾ കാത്തിരുന്ന്? ആ ചേട്ടന്റെ കൂടെ ചേച്ചിക്ക് ജീവിച്ചൂടായിരുന്നോ? ചേച്ചി ഒരുപാട് സ്നേഹിക്കുന്ന ആളല്ലേ അത്. ചേച്ചിയുടെ സുധിച്ചേട്ടന്റെ ഹൃദയം ഉള്ളിലുള്ള ആള്. നിങ്ങൾക്ക് ഒരുമിച്ച് സ്വസ്ഥമായി ജീവിക്കാമായിരുന്നില്ലേ? അങ്ങനെ ഒരാളൊക്കെ സ്നേഹിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഇങ്ങനെ ചതിയന്മാരുടെ കയ്യിൽ പെടില്ലായിരുന്നു. അവസാനം എന്തായി? ചേച്ചി ഇവിടെ ഇങ്ങനെ. ചേച്ചിയെ കാണാത്ത സങ്കടത്തിൽ അവിടെ സിദ്ധുചേട്ടൻ ഹോസ്പിറ്റലിലും. ശത്രുക്കളെല്ലാം ജയിക്കുന്നു. നശിക്കാനെ കൊണ്ട് നാളെ എല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്റെ ദൈവമേ. ഏത് നേരത്താണോ ഇങ്ങനെയൊക്കെ തോന്നിയത്? എന്നതാ ചേച്ചിയമ്മ പിറുവിറുക്കുന്നേ? എന്റെ കൊച്ചേ, പൂച്ചവാലാണെന്ന് കരുതി പിടിച്ചതേ പുലിവാലാണെന്ന് പറയുമായിരുന്നു. അതിനിപ്പോ എന്നാ പറ്റി? ഓ, ഒന്നും പറ്റിയില്ല എന്റെ കൊച്ചേ. ഇപ്പം ദേവിക കൊല്ലപ്പെട്ട അതിന്റെ പഴി എനിക്ക്. ഇനി അനുജന് ആശുപത്രി വെച്ച് എന്തെങ്കിലും സംഭവിച്ചാലോ അതിന്റെ പഴിയും എനിക്ക്. ചാവേണ്ടവരൊക്കെ ചാവേണ്ട സമയത്ത് ചാവും. ചന്ദ്രേ, എന്താ നീ പറഞ്ഞത്? ഞാൻ ദേവികയുടെ കാര്യം പറഞ്ഞത്. ദേവികയുടെ കാര്യം ഉദ്ദേശിച്ചത്. ദേവികയും ചാവണമെന്നൊന്നും എനിക്കില്ല. അവളെ എന്റെ അനിയന്റെ തലേന്നൊന്ന് ഒഴിഞ്ഞു പോണോന്നേ ഉള്ളൂ. ചത്തിട്ടല്ലാതെ അവള് സിദ്ധുവേട്ടനെ വിട്ട് പോകത്തില്ല. എനിക്കത് ഉറപ്പാ. സിദ്ധുവേട്ടന്റെ തോളി തൂങ്ങിയ വേതാളം. ഇനിയിപ്പോ എന്തൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ലേ.